പിറ്റേന്ന് ഈ വ്യക്തിയോട് ഈ സെർവ് ചെയ്ത ആളോട് ഞാൻ ചോദിച്ചു, ആരാ തുളസി, ഇവിടെ ക്ലീനിങ് സ്റ്റാഫിൽ ആരാ തുളസി? ഇയാള് സത്യം പറഞ്ഞ ഈ സിനിമയിലൊക്കെ പേടിച്ച് പ്രേതത്തെ കണ്ട് ഓടുന്ന പോലെ അയാൾ പെട്ടെന്ന് അങ്ങ് പോയി ഒന്നുമുണ്ട്. അപ്പോൾ അത് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയാം. ഇപ്പോഴും എനിക്കൊരു മനസ്സിൽ ഇനക്സ്പ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ആൻസറാണ് ഇത്. എന്താണ് മനസ്സിലാവുന്നില്ല അയാൾ പറഞ്ഞത്. എന്തിനാ സാർ ഇങ്ങോട്ട് മാറിയത്? അവിടെ കിടന്നപ്പോൾ വരായിരുന്നു ഇത് അടുത്ത് പുതുക്കി പണിഞ്ഞാൽ കാര്യം പറയാതെ പറയുന്നത് തോന്നി എനിക്ക്. സർ, താങ്കൾ ഈ ആത്മാക്കളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നിരന്തരം ഇടപഴകുന്ന ആളാണല്ലോ. അപ്പോൾ ഞാൻ വിദേശ രാജ്യങ്ങളിലുള്ള സിനിമകളിൽ കണ്ടിട്ട് ഈ പാരാനോർമൽ ആക്ടിവിറ്റി നമുക്ക് കണ്ടുപിടിക്കാനുള്ള ചില മെഷീൻസ് ഒക്കെ, അങ്ങനെ എന്തെങ്കിലും ടെക്നിക്സ് താങ്കൾ ഉപയോഗിക്കാറുണ്ടോ? ഇത് ഈ പറഞ്ഞതിൽ തന്നെ തെറ്റുണ്ട്. ഞാൻ ആത്മാക്കളായിട്ട് നിരന്തരം നിങ്ങളൊക്കെ ഒരു ആത്മാവാണ്, ജീവാത്മാക്കളല്ല, അല്ലാതെ അങ്ങനെയൊന്നുമല്ല. ഈ പ്രശ്നങ്ങൾ ഓരോരുത്തർ വിഷമങ്ങൾ അറിയിക്കുമ്പോൾ അതെന്താണെന്ന് അന്വേഷിക്കുകയാണ്. അപ്പൊ ചിലപ്പോൾ ഇങ്ങനത്തെ ഉപദ്രവങ്ങളൊക്കെ കാണാം. അപ്പൊ അല്ലാതെ ഞാൻ നിരന്തരം ഈ ദുരാത്മാക്കളായിട്ട് ഇടപെടുന്നില്ല. അതിനെപ്പറ്റി കൂടുതൽ അതിൽ ആ മേഖലയിൽ സഞ്ചരിക്കുന്നു, ചിന്തിക്കുന്നു. പക്ഷേ ഇവിടെ ഒരു വിഷയമുള്ളത്, ഈ വിദേശത്തുള്ള യന്ത്രം അത് എത്രത്തോളം എഫക്റ്റീവ് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. സിനിമകളിലൊക്കെ ഞാനത് കണ്ടിട്ടുള്ള. പക്ഷേ യന്ത്രത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് നല്ല ഉപാസന കൊണ്ട് ശുദ്ധമായ ഏകാഗ്രതയുടെ ഒരു മനസ്സുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഈ മുറിയിൽ എന്തൊക്കെ കാണാം എന്നതിലുപരി എന്തൊക്കെ കാണാൻ പറ്റും. ഇപ്പം നമ്മുടെ ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവവേദ്യമായ കാണാൻ പറ്റുന്നതിന് അപ്പുറത്ത് കാണാനും മണക്കാനും കേൾക്കാനും രുചിക്കാനും ഒക്കെ പറ്റുന്നതാണ് മനസ്സിന്റെ ഏകാഗ്രതയുടെ ശക്തി. അത് സൂക്ഷ്മമാണ്. ഒരാളുടെ മനസ്സിലെ ചിന്ത എന്താണ് നമ്മൾ ഒളിച്ചു വെക്കുന്ന പോലും ഇപ്പം ചില മഹാത്മാക്കളുടെ അടുത്ത് പോയത് പുറത്തു വരും. നമുക്ക് അവർക്ക് പറയാൻ പറ്റും, ചിന്തിക്കാൻ പറ്റും, എല്ലാവർക്കും കാണാൻ പറ്റും. അതുപോലെ നമ്മൾ ഏകാഗ്രത കൊണ്ടാണ് ലോകത്തെ ജയിക്കുന്നത്. വിവേകാനന്ദ സ്വാമിയോട് പറഞ്ഞു, കോൺസെൻട്രേഷൻ ഇസ് വൺ കീ ദാറ്റ് ഓപ്പൺസ് 100 doors. 100 കഥ തുറക്കം ഒറ്റ താക്കോല് പറഞ്ഞത് ഏകാഗ്രതയാണ്. അപ്പൊ ഏകാഗ്രതയോട് കൂടി ഒരു വ്യക്തിക്ക്, ഇപ്പൊ എനിക്ക് പല അനുഭവമുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഞാൻ തിരുവനന്തപുരത്ത് വലിയൊരു ഹോട്ടലിൽ, വളരെ അത്യാവശ്യം നല്ലൊരു ഹോട്ടലാണ്, അവിടെ 2016 ഞാനൊരു ഫുഡ് സേഫ്റ്റിയെ ബന്ധപ്പെട്ട വിഷയത്തിന് റൂം എടുത്തു. ഞാനും എൻ്റെ സുഹൃത്തും ഉണ്ട്. അപ്പോൾ റൂമിൽ കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു 12 മണിയായപ്പോൾ ഈ AC ക്ലീൻ ചെയ്യാത്തതുകൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് വെള്ളം തെറിക്കുക. അപ്പം എൻ്റെ സുഹൃത്തിൻ്റെ മേലേക്കാണ് വെള്ളം തെറിക്കുന്നത്. അപ്പോൾ ഉടനെ റിസപ്ഷനിൽ വിളിച്ച് പറഞ്ഞു, എനിക്ക് ഈ റൂം വേണ്ട, മാറ്റി തരണം, നിർബന്ധം വാശി പിടിച്ചു. ഞാനാണെങ്കിൽ ഉറങ്ങി പകുതിയായിരുന്നു. അപ്പം ഞാൻ മനസ്സിലായി അയാളെ പിന്നാലെ പോയി റൂം മാറ്റി തന്നു. ആ ഹോട്ടലിൽ ആ നിരയിലെ ഏറ്റവും അറ്റത്തെ മുറി തന്നു. അത് പുതിയതായിട്ട് റീഫർബിഷ് ചെയ്ത് വെച്ച മുറിയാണ്. അപ്പോൾ രാത്രി ഒരു 12:30 കൂടി ഞാൻ ആ മുറിയിലേക്ക് കടന്നു. അപ്പം ഞാൻ എന്ത് വെച്ചാൽ എപ്പോഴും ഞാൻ എൻ്റെ ഗുരു എനിക്ക് തന്നിട്ടുള്ളൊരു മാലയും മോതിരവും ഒക്കെ എപ്പോഴും ധരിക്കും കിടക്കുമ്പോഴും. കാരണം അതിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ളൊരു ഇതാണ്, ഗിയറാണ്. ആ ദിവസം എന്ത് ചെയ്തു, അത് ഓട്ടോമാറ്റിക്കാണ്. അത് എങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് ഇപ്പോൾ അറിഞ്ഞൂടാ. ആ പുതിയ മുറിയിലേക്ക് വന്നപ്പോൾ രാത്രി 12:30 മണിയായി. ഇപ്പം മറ്റേ സുഹൃത്ത് കൂടെ അവിടെ കിടന്നു. ഞാൻ അതിന് തൊട്ടപ്പുറത്തെ ബെഡിൽ കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഈ മോതിരവും മാലയും അമ്മ തന്ന മാലയും ഒക്കെ ഊരി വെച്ചിട്ടാണ് കിടന്നത്. എന്തിനത് ചെയ്തു എന്ന് എനിക്കിപ്പോൾ അറിയാം. കാരണം മറ്റേ മുറിയിൽ ഉണ്ടായിരുന്നു. ഈ മുറിയിൽ വന്നപ്പോൾ ഫസ്റ്റ് തിങ് ഐ ഡിഡ് വാസ് ഇത് ഊരി വെച്ചിട്ടാണ് ഇപ്പോൾ കിടന്നുറങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ ഞാൻ ഉറക്കവും അല്ല ഉണർവും അല്ലാത്തൊരു ലൂസിഡ് സ്റ്റേറ്റിൽ ഒരു പെൺകുട്ടി മുറി വൃത്തിയാക്കാൻ വന്നിരിക്കുന്നു. ശരി, ചുവന്ന കോട്ടൊക്കെ ഇട്ട് വർക്കേഴ്സ് കണ്ടല്ലേ ഹോട്ടലൊക്കെ റൂം ക്ലീൻ ചെയ്യുന്നത്, ബക്കറ്റിൽ വെള്ളവും ഈ പറഞ്ഞ തുടയ്ക്കുന്ന സാധനമൊക്കെ ഇട്ട് വന്നു. അപ്പം ഞാൻ കിടന്നുകൊണ്ട് അവരോട് ചോദിക്കണം, നീ എന്തിനാ ഇപ്പോൾ കയറി വന്നു? ഞങ്ങൾ ഉറങ്ങുന്നത് കണ്ടില്ലേ? അപ്പോൾ അവൾ, ഞാനിവിടെ ക്ലീനിങ് സ്റ്റാഫാണ്. ഞാൻ പറഞ്ഞു, നീ എങ്ങനെ അകത്ത് വന്നു? അതിന് അവൾ മറുപടി പറയുന്നില്ല. ഞാൻ വളരെ കൃത്യമായിട്ട് ഇപ്പൊ എലിസബത്തിനെ ഞാൻ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ ഞാൻ ആ കുട്ടിയെ കാണുകയാണ്. അപ്പൊ അവൾ എന്നെയും റെക്കഗ്നൈസ് ചെയ്താൽ സംസാരിക്കുന്നത്. വ്യത്യാസമുള്ളത്, അവൾ നല്ലോണം കണ്ണൊക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ കുളിച്ചിറങ്ങിയ പോലെ മുടിയിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഡ്രിപ്പ് ചെയ്യുന്നുണ്ട്. അവളുടെ മുടിയിൽ നിന്ന് അത് ഞാൻ അപ്പോഴാണ് നോട്ട് ചെയ്തു. ഇപ്പൊ കുളിച്ചുകൊണ്ട് ഇറങ്ങിയ പോലെ മുടിയിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഡ്രിപ്പ് ചെയ്യുന്നുണ്ട്. തുളസി കതിരൊക്കെ ചൂടി വളരെ ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഓവർകോട്ടൊക്കെ ഇട്ട് ചിലപ്പോൾ ഒരു 10-30 വയസ്സിന് താഴെയുള്ള കുട്ടിയാണ്. അങ്ങനെ നിലം തുടയ്ക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വളരെ ദേഷ്യം പിടിക്കാൻ തുടങ്ങി. നിങ്ങൾ ഇവിടെ മുറി കയറി വന്നിട്ട് ഇപ്പോഴാണ് അർദ്ധരാത്രി കാണാം. സമയമൊക്കെ എനിക്ക് കോൺഷ്യസ് ആണ്. കാരണം ഞാൻ വന്ന് കിടന്നിട്ട് അതേ നേരം ആയില്ല. 12:30 വന്നൊരു 1 മണി 1:15 ആ സമയം ഏകദേശം. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, ഞാനിവിടെ ക്ലീനിങ് സ്റ്റാഫാണ്. ഇത് റിപ്പീറ്റ് ചെയ്യണം. ഞാനിവിടെ ക്ലീനിങ് സ്റ്റാഫാണ്, എന്നോട് ക്ലീൻ ചെയ്യാൻ പറഞ്ഞു റൂം. ആരും ഈ 1 മണിക്ക് ക്ലീൻ ചെയ്യാൻ പറഞ്ഞു. എനിക്കിങ്ങനെ വരികയാണ്. അപ്പം തന്നെ എൻ്റെ ഗുരു ഡോറ് തുറന്ന് കയറി വരികയാണ് ആ മുറിയിലേക്ക്. ഇതൊക്കെ ഞാൻ ഒരിക്കലും സ്വപ്നമല്ല, ഒരു സ്വപ്നത്തിൻ്റെ ആഴത്തിലേക്ക് പോകാനുള്ള സമയം എടുത്തിട്ടില്ല എനിക്ക്. ഞാൻ പെട്ടെന്ന് സ്റ്റാർട്ടിലായിട്ട് അമ്മ വന്നല്ലോ എന്നുണ്ട് ഞാൻ എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. ഈ കുട്ടിയുള്ളപ്പോൾ എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല, ഞാൻ സംസാരിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അമ്മ ഇങ്ങോട്ട് ഡോറ് കടന്ന് വന്ന ഉടനെ തന്നെ ഇത് പെട്ടെന്ന് അങ്ങ് വലിഞ്ഞ് AC ഡക്റ്റിനുള്ളിലേക്ക് പോയി. ഈ പെൺകുട്ടി നമ്മൾ പെട്ടെന്ന് ശൂന്യമായിട്ട് പോകുമെന്ന് പറയില്ലേ, സിനിമയിലൊക്കെ ആനിമേറ്റ് ചെയ്ത പോലെ നേരെ ഡക്റ്റിനുള്ളിലേക്ക് പോയി.
അമ്മേനോട് ഉടനെ എവിടെടാ നിന്റെ മാല എന്ന് ചോദിച്ചു എന്നോട്. മാല എടുത്തിടാന്ന് പറഞ്ഞു. ഞാൻ ഉടനെ ചാടി എണീറ്റ് ലൈറ്റ് തപ്പിട്ടൊന്നും കാണുന്നില്ല. ആവശ്യം ഭയങ്കര ഫ്രൈറ്റൻഡ് ആയിപ്പോയി ഞാൻ ആ ഒരു പർട്ടിക്കുലർ മൊമെന്റിൽ. ഞാൻ പെട്ടെന്ന് മാല എടുത്ത് ഇട്ടു, എന്നിട്ട് കിടന്നു. അപ്പം ഞാൻ പറഞ്ഞത് പിന്നീട് പിറ്റേന്ന് രാവിലെ ആ മുറിയിൽ വൈകുന്നേരം ഡിന്നർ സേവ് ചെയ്ത അതേ ആളാണ് രാവിലത്തെ 7 മണിയിൽ ചായ തരാൻ വേണ്ടി ഈ മുറിയിൽ കോളിംഗ് ബെൽ അടിച്ചത്. അപ്പം ഞാൻ അപ്പോഴേ കുളിയൊക്കെ കഴിഞ്ഞിരുന്നു. ഞാൻ ഡോറ് തുറന്നിട്ട് അകത്ത് ചായ വെക്കാൻ വേണ്ടി പറഞ്ഞാൽ അയാൾ അകത്ത് കയറുന്നില്ല. ആ സ്റ്റാഫ് ഒരു 45-46 വയസ്സുള്ള ആളാണ്, അകത്ത് കയറുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു എന്താ അകത്ത് കൊണ്ടുവെക്കാത്ത? അല്ല സാർ ഇത് എനിക്ക് തിരക്കൊണ്ട് പോകാനായി, ഡ്യൂട്ടി ടൈം കഴിഞ്ഞു എന്നൊക്കെ പറയാം. അപ്പം ഞാൻ ഇവിടെ ചോദിച്ചു സാർ എന്താ ഇവിടെ വന്ന് കിടന്നെന്ന് വെച്ച് ഇയാൾ. ഞാൻ പറഞ്ഞാൽ രാത്രി ഇങ്ങനെ അവിടെ AC ഡക്റ്റിനുള്ളിലും ഈ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ട് ഞാൻ മാറിയതാണ്. ഇയാളെ ഭയങ്കര പരിഭ്രമം. അപ്പൊ ഇതിനിടയ്ക്ക് സംഭവമുണ്ട്. ഈ കുട്ടിയോട് ഞാൻ പേര് ചോദിച്ചിരുന്നു, നിന്റെ പേരെന്താണ്? ഞാൻ ഇപ്പൊ റിപ്പോർട്ട് ചെയ്യും. എന്തിനാ ഇവള് കയറി വന്നേനാ അന്ധകൃത? എൻ്റെ പേര് തുളസി എന്നാണ്. അപ്പോൾ അവള് ലാസ്റ്റ് പറഞ്ഞ വാക്ക് ഇന്നെൻ്റെ പിറന്നാളാണ്. ഇപ്പൊ പൊതുവേ ആത്മാക്കളുടെ പിറന്നാൾ എന്ന് പറഞ്ഞാൽ മരിക്കുന്ന ദിവസമാണ്. ഈ മരിച്ച ആൾക്ക് ഈ തിലഹോമൊക്കെ ചെയ്യുന്ന ആൾ മരിച്ച നാൾ വെച്ചിട്ടാ, ജനിച്ച നാൾ വെച്ചിട്ടല്ല. അപ്പൊ അതെനിക്ക് അപ്പോൾ സ്ട്രൈക്ക് ചെയ്തു. അപ്പോഴാണ് അമ്മ കയറി വരുന്നത്, ഈ പേര് ചോദിച്ചത്. അതുവരെ ഞാൻ വളരെ ഫ്രോസൺ സ്റ്റേറ്റിൽ കിടക്കുകയാണ്. അപ്പോൾ ഇത് പിറ്റേന്ന് ഈ വ്യക്തിയോട്, ഈ സെർവ് ചെയ്ത ആളോട് ഞാൻ ചോദിച്ചു, ആരാ തുളസി? ഇവിടെ ക്ലീനിങ് സ്റ്റാഫിൽ ആരാ തുളസി? ഇയാള് സത്യം പറഞ്ഞ ഈ സിനിമയിലൊക്കെ പേടിച്ച് പ്രേതത്തെ കണ്ട് ഓടുന്ന പോലെ അയാൾ പെട്ടെന്ന് അങ്ങ് പോയി ഒന്നുമുണ്ട്. അപ്പോൾ അത് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയാം. ഇപ്പോഴും എനിക്കൊരു മനസ്സിൽ ഇനക്സ്പ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു ആൻസറാണ്. ഇത് എന്താണ് മനസ്സിലാവുന്നില്ല. അയാൾ പറഞ്ഞത് എന്തിനാ സാർ ഇങ്ങോട്ട് മാറിയത്? അവിടെ കിടന്നാൽ പോരായിരുന്നു, ഇത് അടുത്ത് പുതുക്കി പണിഞ്ഞാണ് എന്നൊക്കെ കാര്യം പറയാതെ പറയുന്നവർ തോന്നി എനിക്ക്. ഒരു പക്ഷേ അങ്ങനെ ഒരു കുട്ടി അവിടെ മരിച്ചിരിക്കാം. അവിടുന്ന് പറഞ്ഞില്ല എന്താ സംഭവം, അയാൾ കാര്യം പറഞ്ഞില്ല. പക്ഷെ എനിക്ക് ഇപ്പോഴും ഒരു ഭയങ്കര ഫ്രൈറ്റനിങ് ആയിട്ടുള്ള ഒരു ഡേ ഡ്രീമിംഗ് പോലെയാണ് തോന്നുന്നത്. അതുപോലെ തന്നെ സർ, ഈ ഹോട്ടലിലും ഫ്ലാറ്റുകളൊക്കെ അപ്പാർട്ട്മെന്റുകളൊക്കെ 13-ാം നമ്പർ ഇല്ലാന്ന് മാക്സിമം ഒഴിവാക്കാറുണ്ട്. അതെ അതെ, അതും ഇതുപോലെ ആത്മാക്കളുമായിട്ട് നമ്പരോട് ബന്ധം കാണാം ഒരു പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനത്തെ ഒരു വിശ്വാസം ഇന്ത്യൻ ഇതിൽ 13 ഒരു ദോഷ നമ്പർ ഒന്നും അല്ല. ത്രയോദശി നല്ല തിഥിയാണ്, കാരണം പ്രദോഷ വ്രതം എടുക്കുന്ന ദിവസമാണ്, പരമശിവനോട് ബന്ധപ്പെട്ട ദിവസമാണ്. പ്രദോഷ സന്ധ്യയ്ക്കൊക്കെ പ്രത്യേകമായിട്ട് ക്ഷേത്രങ്ങളിൽ പൂജയുണ്ട്, ശിവക്ഷേത്രങ്ങളിൽ. ഇപ്പൊ ത്രയോദശി അല്ലെങ്കിൽ 13 നല്ലതാണ് ഇവിടെ തിഥി. വിദേശത്തൊക്കെ ഇങ്ങനെ പല സ്ഥലത്തും കാറിന് നമ്പർ 13 വരാൻ പാടില്ല, ഓഫീസ് നമ്പർ 13 ആവാൻ പാടില്ല, മിനിസ്റ്റേഴ്സിന് 13 എന്നൊരു പർട്ടിക്കുലർ റൂം കൊടുക്കില്ല. ഇങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ ഒരു പക്ഷെ ആ നാട്ടിൽ പ്രചാരം ചെയ്തിട്ടുള്ള ഒരു സംഗതി ആയിരിക്കാം. അപ്പോൾ ഒരു നാട്ടിൽ കുറേ പേര് വിശ്വസിക്കുന്ന കാര്യത്തെ പെട്ടെന്ന് അവിശ്വസിക്കാൻ ആർക്കും ധൈര്യം വരില്ല. പലർക്കും ദുരനുഭവം ഉണ്ടായിട്ടുള്ളതുകൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ ഒരു വ്യാപകമായൊരു ചിന്ത വരാൻ കാരണം. അതെന്താണെന്ന് അന്വേഷിക്കേണ്ടത്, എനിക്ക് അതിനെപ്പറ്റി അറിവില്ല. അതുപോലെ തന്നെ ചില ബിൽഡിങ്ങുകളിൽ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് ആ ബിൽഡിങ് പ്രേതബാധയുള്ള ബിൽഡിംഗ് ആണ്. അത് ചിലപ്പോൾ അവിടെ ഒരാൾ ഒരു അബ്നോർമൽ ഡെത്ത് നടന്നിട്ടുണ്ടാവും, ഒരാൾ ആത്മഹത്യയോ അല്ലെങ്കിൽ ഒരു കൊലപാതകമോ ഒക്കെ നടന്നിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ആ ഒരു ഫുൾ ബിൽഡിങ്, എൻറ്റയർ ബിൽഡിങ് ചിലപ്പോൾ താമസയോഗ്യമല്ലാതെ വരും. അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കും? ചിലപ്പോൾ അത് പുതിയ ബിൽഡിംഗ് ആയിരിക്കും. ഞാൻ അങ്ങനെ പല ബിൽഡിംഗും കണ്ടിട്ടുണ്ട്. പണി നടക്കുമ്പോൾ പണിക്കാരൻ തൂങ്ങി മരിച്ച ശേഷം പിന്നെ പണി പുരോഗമിച്ചിട്ടേ ഇല്ലാത്ത ബിൽഡിംഗ് ഇപ്പോഴും കോഴിക്കോട് ഒരു ബിൽഡിംഗ് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ എത്രയോ കാലമായി അവിടെ കിടക്കുന്നു, ഒരു 10-14 വർഷമായി കിടക്കുന്നു. പിന്നെ ചില ആളുകൾ പണ്ടൊക്കെ വീട്ടിൽ നിന്ന് പിണങ്ങി പോയിട്ട് സ്കൂളിൻ്റെ മുറ്റത്തെ മാവിലങ്ങ് തൂങ്ങും, സർക്കാർ സ്കൂളിൻ്റെ, അല്ലെങ്കിൽ സർക്കാർ സ്കൂളിൻ്റെ അകത്ത് തൂങ്ങിയിട്ടുള്ള ആൾക്കാർ കണ്ടിട്ടുണ്ട്. പണ്ടൊക്കെ അങ്ങനെ ഓപ്പൺ ആണ്, ഇത്രത്തോളം സെക്യൂരിറ്റിയോ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ സർക്കാർ സ്കൂളിൻ്റെ അകത്ത് വിട്ടങ്ങ് തൂങ്ങി മരിക്കും. ഇനി അല്ലെങ്കിൽ തന്നെയും വിജനമായ പ്രദേശങ്ങളിൽ ഡേ ടൈമിൽ പോലും പോരുത്. അർദ്ധരാത്രി 12 മണിയേക്കാൾ ഡേഞ്ചറാണ് ഉച്ച 12 മണി. അതായത് അങ്ങനെയൊന്നുമില്ല, വിജനമായ സ്ഥലങ്ങളിൽ ഉച്ചയ്ക്ക് പോലും പോകരുത്. നട്ടുച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ട സമയമാണത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ളതും മനസ്സിലായിട്ടുള്ളതും ഈ സ്കൂൾ എൻ്റെ സുഹൃത്ത് ഇതുപോലെ ചിന്തിക്കുന്ന ഒരു സുഹൃത്തുണ്ട് എനിക്ക്. അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹവും ഞാനും നമ്മൾ പറഞ്ഞിട്ട് ഏറ്റവും ഭീതിതമായ ഒരു രംഗം ചിത്രീകരിക്കണമെങ്കിൽ എവിടെ ഏത് സമയത്ത് ചിത്രീകരിക്കുക. അയാൾ സിനിമാ പ്രവർത്തകനാണ്. അപ്പോൾ എനിക്കും അദ്ദേഹത്തിന് ഒരുപോലെ തോന്നിയൊരു കാര്യമാണ്, ഒരു LP സ്കൂളോ UP സ്കൂളോ ഉച്ച നേരത്ത് ക്യാമറ വെച്ചാൽ എന്തായിരിക്കും. അർദ്ധരാത്രിയേക്കാൾ ഭയപ്പെടുത്ത രീതിയിലുള്ള ഒരു നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഉച്ച നേരത്ത് പോലും ഈ ഒഴിഞ്ഞ സ്കൂളുകളിൽ അല്ലെങ്കിൽ വിജനമായ ഗ്രൗണ്ടുകളിൽ ഒന്നും പോയി നിൽക്കരുത് എന്ന് പറയും പണ്ടുള്ളവർ. അതിന് കാരണമുണ്ട്. അങ്ങനെ പലരും ഭീതിതമായ പലതും കണ്ടവരുണ്ട്, ശബ്ദങ്ങൾ കേട്ടവരുണ്ട്, ഫുഡ് സ്റ്റെപ്സ് കേട്ടവരുണ്ട്. അങ്ങനെ പല ആൾക്കാരും എന്നോട് പറഞ്ഞിട്ടുണ്ടത്. എനിക്ക് തന്നെയും പലപ്പോഴും ഈ പഴയ സ്കൂളുകളിലൊക്കെ ഈ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുന്ന സമയത്ത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായൊരു
ഭീതി ഉണ്ടാക്കാൻ പറ്റിയൊരു സമയമാണത്, ഉച്ച സമയം എന്ന് പറയുന്നത്. ഈ ആത്മാക്കൾ ഇറങ്ങി നടക്കുന്ന ഇറങ്ങി നടക്കുന്നില്ല, അങ്ങനെ ഇറങ്ങി നടക്കുക, എവിടെ നിന്ന് ഇറങ്ങി നടക്കാൻ അവർക്ക് വല്ല ഹോസ്റ്റലുണ്ടോ? അതല്ല, ഇതെന്ന് വെച്ചാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് ക്യാമ്പ് ചെയ്യും. ഈ ദുരാത്മാക്കൾ ക്യാമ്പ് ചെയ്യാനുള്ള വിജനമായ സ്ഥലങ്ങളിൽ അവർക്ക് വിഹരിക്കാൻ വേണ്ടി ക്യാമ്പ് ചെയ്യാമെന്നൊരു വിശ്വാസമാണത്. ഇപ്പോൾ ജലദേവതകൾ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഉച്ചയ്ക്കൊക്കെ ഈ ക്ഷേത്രക്കുളത്തിൽ നീന്തരുതെന്ന് പറയും. ക്ഷേത്രകുളം പ്രത്യേകിച്ചും നട അടച്ച ശേഷം, ഉച്ചയ്ക്ക് നട അടച്ച് പൂജകൻ പോയ ശേഷവും ക്ഷേത്രക്കുളത്തിൽ ഉച്ചയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മുങ്ങിമരണമൊക്കെ സംഭവിക്കാം. പല മുങ്ങിമരണങ്ങളും പകൽ സമയത്താണ് നടക്കുന്നത് ക്ഷേത്രക്കുളങ്ങളിൽ. അവിടെ ജലദേവതകളും മറ്റ് നമ്മോട് കണ്ണിന് കാണാൻ പറ്റാത്ത പലതും ഉണ്ടായിരിക്കുന്നുള്ള പഴമക്കാരുടെ വിശ്വാസത്തെ അടിവരയിട്ട് ഉറപ്പിക്കുന്ന ഒന്നാണത്. ഇപ്പോൾ വിജനമായ സ്ഥലങ്ങളിലുള്ള ഈ താമസവും വിജനമായ സ്ഥലങ്ങളിലുള്ള വിസിറ്റും വളരെ ശ്രദ്ധിച്ച് ഒഴിവാക്കേണ്ടതാണെന്നാണ് അതിനർത്ഥം. സാധാരണ എല്ലാവരും അർദ്ധരാത്രി ഇറങ്ങി നടക്കാനായിരുന്നു പേടിച്ചുകൊണ്ടിരുന്നത്, ആത്മാക്കളുടെ സാന്നിധ്യം എന്നുള്ള രീതിയിൽ. സാറ് പറഞ്ഞതനുസരിച്ച് ഇപ്പൊ നീ നട്ടുച്ചയ്ക്ക് ഇറങ്ങി നടക്കാൻ ഞാൻ പറഞ്ഞത് സ്വാഭാവികമായിട്ട് എല്ലാവരും പോകുന്ന സ്ഥലങ്ങളിൽ പോവാം. ഈ വിജനമായ സ്ഥലങ്ങൾ, ആളുകളൊന്നും ഇല്ല, ഒരാളും ഇല്ല, ഒഴിഞ്ഞൊരു സ്കൂള്, പിന്നെ അല്ലെങ്കിൽ പിന്നെ ക്ഷേത്രകുളങ്ങൾ ഉച്ച സമയത്ത് നടയടച്ച ശേഷം. ഞാൻ പറഞ്ഞ ആരും ഇറങ്ങി നടക്കരുതെന്നല്ല, എല്ലാവരും പോകുന്ന രീതിയിലൊക്കെ പോവാം. വിജനമായ സ്ഥലങ്ങളിൽ പോവാം, വളരെ ശ്രദ്ധിക്കണം. നല്ല ഉപാസന ഇല്ലാത്തവരാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കണ്ട് ഭയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്രേ ഉള്ളൂ. നന്ദി സർ. സന്തോഷം. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.